എല്ലാവർക്കും മിക്സ് സ്പൈസസിൻ്റെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ശർക്കര കൊണ്ടുള്ളൊരു വട്ടയപ്പമാണ്. ഇത് വളരെ ഹെൽത്തിയാണ്. നമ്മളിവിടെ ശർക്കരയാണ് ഈ വട്ടയപ്പം തയ്യാറാക്കുന്നതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ ഒട്ടുമിക്ക ആൾക്കാരും വൈറ്റ് കളറിലുള്ള വട്ടയപ്പമായിരിക്കും കഴിച്ചേക്കുന്നത്. ബ്രൗൺ കളറിലുള്ള വട്ടയപ്പം അധികം ആരും കഴിച്ചിട്ടുണ്ടാകാൻ ചാൻസ് ഇല്ല. അപ്പം എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിനി റെസിപ്പിയിലേക്ക് പോകാം. നമുക്ക് ആദ്യം തന്നെ ശർക്കര മെൽറ്റ് ചെയ്തെടുക്കാം. കാരണം ശർക്കര മെൽറ്റ് ചെയ്ത് നന്നായിട്ട് തണുത്ത് കിട്ടിയാൽ മാത്രമേ നമുക്കിത് അരയ്ക്കുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി ഞാനൊരു ഒരു ഉണ്ട ശർക്കരയുടെ 1/4 ഭാഗമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ അച്ചുവെല്ലമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് 3 അല്ലെങ്കിൽ 4 എണ്ണവും നിങ്ങൾക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി 1/4 കപ്പ് വെള്ളവും കൂടി ഞാനിതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ശർക്കര നന്നായിട്ട് പാനിയായിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പത പോലെ ഭാഗം കണ്ടോ? ഇത് നമ്മൾ എടുത്തു കളയണം. ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതേപോലെ എടുത്തു കളയണം. ഇത് ശർക്കരയിലുള്ള അഴുക്കാണ് ഈ പൊങ്ങി വന്നേക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇത് തണുത്ത ശേഷം നമ്മുടെ മാവിലേക്ക് ഒഴിക്കാം. മാവിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം ശർക്കരപ്പാനി. അതിനിടയിൽ നിറയെ കല്ലും കുഞ്ഞു കുഞ്ഞു മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കളയാൻ വേണ്ടിയാണ് നമ്മളിത് അരിച്ചെടുക്കുന്നത്. ഞാനിവിടെ 1 ഗ്ലാസ് പച്ചരിയാണ് എടുത്തേക്കുന്നത്. അതൊരു 4 മണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് അരമുറി തേങ്ങയാണ്. നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചിട്ട് വരാം. കാരണം നമ്മുടെ മിക്സിയുടെ ജാർ അധികം ചൂടാവാണ്ടിരിക്കാൻ വേണ്ടിയാണ് കുറേശ്ശെയായിട്ട് നമ്മൾ ഒന്ന് അരച്ചെടുക്കുന്നത്. നമുക്കിനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. ഏത് ചോറാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. ഞാനിവിടെ മട്ടരിയുടെ ചോറാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നമ്മൾ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാനിവിടെ ചേർത്തേക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ്. നമ്മുടെ വട്ടയപ്പത്തിൻ്റെ ഒരു നല്ല മണം കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ തണുക്കാനായിട്ട് വെച്ചിരുന്നല്ലോ ശർക്കരപ്പാനി, അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, തണുത്തതായിരിക്കണം. അതിനോടൊപ്പം തന്നെ അതിലെ കല്ലൊക്കെ അരച്ച് കളഞ്ഞിട്ട് വേണം നമ്മളിതിലേക്ക് ഉപയോഗിക്കാനായിട്ട്. ഇതൊരു ദോശമാവിൻ്റെ പരുവത്തിൽ വേണം നിങ്ങൾ അരച്ചെടുക്കാനായിട്ട്. അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ളത്രയും വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഞാനിതെല്ലാം ഒന്ന് ചേർത്ത് അരച്ചിട്ട് വരാം. ഞാനിവിടെ നമ്മുടെ വട്ടയപ്പത്തിനുള്ള മാവ് ഒരു ദോശമാവിൻ്റെ പരുവത്തിലാണ് അരച്ചുകൊണ്ട് വന്നേക്കുന്നത്. ഇനി നമുക്കൊരു 3-4 മണിക്കൂർ നമുക്ക് കവർ ചെയ്ത് വെക്കാം. കവർ ചെയ്ത് വെക്കുമ്പോൾ ഭയങ്കര എയർ ടൈറ്റായിട്ട് അടച്ചു വെക്കരുത്. കുറച്ച് എയർ പോകാനായിട്ടുള്ള സ്പേസൊക്കെ ഇട്ടിട്ട് വേണം അടച്ചു വെക്കാനായിട്ട്. എനിക്കും ഒരു 4 മണിക്കൂറോളമാണ് ഇത് പുളിച്ച് പൊങ്ങി വരാനായിട്ട് ടൈം എടുത്തത്. ഓരോ സ്ഥലത്തും അത് വ്യത്യാസപ്പെട്ടിരിക്കും. കാരണം ക്ലൈമറ്റ് അനുസരിച്ച് തണുപ്പാണെങ്കിൽ പിന്നെയും ലേറ്റ് ആകും. അപ്പം നമുക്കിത് പൊങ്ങിയ ശേഷം നമുക്ക് വട്ടയപ്പത്തിനായിട്ട് മാവ് ഒഴിച്ചു വെക്കാം. ഇപ്പം നമ്മുടെ വട്ടയപ്പത്തിൻ്റെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം.
ഇനി നമുക്കൊരു സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് നെയ്യാണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് അത് നമുക്ക് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാം വെളിച്ചെണ്ണ. നമ്മൾ വീട്ടിൽ ചോറ് കഴിക്കുന്ന പാത്രത്തിലാണ് ഞാനിവിടെ വട്ടയപ്പം റെഡിയാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് നിങ്ങൾക്ക് നിറയെ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പാത്രത്തിൻ്റെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കേക്ക് പോലെയൊന്നും പൊങ്ങിയൊന്നും പോവുകയില്ല. ഇനി നമുക്ക് ശർക്കര വട്ടയപ്പത്തിന് മാവ് ആവിയേറ്റി എടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഞാനൊരു 20 മിനിറ്റാണ് ഇത് ആവിയേറ്റി എടുത്തത്. 20 മിനിറ്റ് ആയപ്പോൾ തന്നെ എൻ്റെ വട്ടയപ്പം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു 20 മിനിറ്റോളം വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് ഇഡ്ഡലി തട്ടുണ്ടെങ്കിൽ ഇഡ്ഡലി തട്ടിൽ വെച്ചാണെങ്കിലും വേവിച്ചെടുക്കാവുന്നതാണ്. നമ്മളിങ്ങനെ ഒരു ഇതാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കിത് വെന്തിട്ട് വരാം. വെന്ത ശേഷം നിങ്ങളൊരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് കുത്തി നോക്കിയാൽ മതി വെന്തോ ഇല്ലയോ എന്ന്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിതിനെ കവർ ചെയ്ത് വെച്ച് 20 മിനിറ്റ് വേവിച്ചെടുക്കാം. ബാക്കിയുള്ള മാവ് ഞാൻ ഈ ഇഡ്ഡലി തട്ടിൽ ഇതേപോലൊരു ചെറിയ പാത്രത്തിനകത്ത് വെച്ച് വേവിക്കുന്നുണ്ട്. നമുക്ക് 2 വട്ടയപ്പമാണ് നമ്മൾ ഈ മാവും കൊണ്ട് റെഡിയാക്കുന്നത്. 20 മിനിറ്റിന് ശേഷം നമ്മുടെ വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്ത ശേഷം നമ്മുടെ ഈ പ്ലേറ്റിൽ നിന്ന് മാറ്റാം. നമ്മുടെ വട്ടയപ്പം ഇപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റാണ്. ഇനി നമുക്കിത് പ്ലേറ്റിൽ നിന്ന് മാറ്റാം. അപ്പം ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളുടെ വട്ടയപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശർക്കര കൊണ്ടുള്ള വട്ടയപ്പം വളരെയധികം ഹെൽത്തിയാണ്. ഇത് നമ്മുടെ 2ാമത്തെ വട്ടയപ്പമാണ്. അതും നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. നല്ല മധുരമുള്ള ശർക്കര കൊണ്ടുള്ള വട്ടയപ്പമാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള ശർക്കര കൊണ്ടുള്ള വട്ടയപ്പം ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റാണിത്. അപ്പോൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്യുക. ഇങ്ങനെയുള്ള വെറൈറ്റി വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം കേട്ടോ.